എല്ലാവരെയും പോലെ ഞങ്ങൾ വോട്ടിന് പോകാം കേട്ടോ. ഞങ്ങൾക്ക് വോട്ട് വന്നിട്ട് നാട്ടിലാണ്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്, സ്കൂട്ടി എടുക്കുന്നില്ല കേട്ടോ. കാരണം ഇപ്പോൾ നല്ല കാറ്റും വെയിലൊക്കെ ആയതുകൊണ്ട് മക്കളെയും കൊണ്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതേ വടക്കഞ്ചേരി എത്തി. ഇവിടെ വന്നപ്പോൾ ബസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ കാത്തു നിന്നു. അങ്ങനെ ബസ്സെല്ലാം വന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴി ഈ പഞ്ചയെല്ലാം കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും എല്ലാം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കണം കേട്ടോ ഞങ്ങളുടെ വീട്ടിലേക്ക്. നമ്മളിപ്പോൾ വണ്ടി എടുക്കാത്തതുകൊണ്ട് തന്നെ നടന്നു തന്നെയാണ് കേട്ടോ പോകുന്നത്. പോകുന്ന വഴി മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാട്ടോ, ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മക്കൾക്ക് ഈ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ മുട്ടയെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി 2 സൈഡും പഴയ ട്രാക്ടറുകൾ നിറയെ കിടക്കുന്നുണ്ട് കേട്ടോ. കുറേയൊക്കെ കേട് വന്ന് കിടക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് കനാലാണേ. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ കടവെല്ലാം ഉള്ളത്. നമുക്ക് ഈ ഒരു പാലം കടന്നിട്ട് വേണ്ട ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഉമ്മയൊരു പച്ചക്കറികളും അതുപോലെ തന്നെ ഒരുപാട് ചെടികളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നത് മക്കളെ വീട്ടിലാക്കി ഞാനും ഉക്കിയും കൂടെ വോട്ടിന് പോകാൻ കേട്ടോ. കാരണം കൈയോടെ നമുക്കത് കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനും ഉക്കിയും കൂടെ പോയിട്ടോ. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇലക്ഷൻ ബൂത്തുള്ളത്. അതുകൊണ്ട് ഞാനും ഉക്കിയും കൂടെ നടന്നു പോകാമെന്ന് വിചാരിച്ച്. ഇത് വന്നിട്ട് ഞങ്ങളുടെ അവിടുത്തെ വനദേവത അമ്മയാണ് കേട്ടോ. വലിയ പൂജയൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണെങ്കിൽ മക്കൾ ഇത് ഈ ചാമ്പങ്ങ തിന്നണം കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഒരു ചാമ്പങ്ങ മരമുണ്ട്, നിറയെ കായുണ്ട് കേട്ടോ. അത് ഇതുപോലെ കാറ്റായതുകൊണ്ട് ഒരുപാട് താഴെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോഴുണ്ട് ഇക്ക പോയിട്ട് ഈ ഒരു പഴം പൊട്ടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇതിനിടയ്ക്ക് മോനാണെങ്കിൽ മണ്ണിലെല്ലാം കളിക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഇക്ക പോയിട്ട് കുറച്ച് കൂമ്പ് പുഴക്കിയതാണ് കേട്ടോ. ഇവിടെ ഉമ്മ കൂമ്പ് മടയിട്ടതാണ്. അപ്പോൾ ഒരു 5-6 കിട്ടിയുള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം കേടുവന്ന് പോയി. അതിനിടയ്ക്ക് മോനാണെങ്കിൽ കോവയ്ക്കപ്പന്തലിൽ ഈ ചെയറെല്ലാം വെച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മുടെ വീട്ടിൻ്റെ പുറകു വശമാണ് കേട്ടോ ഇത്. നമ്മുടെ വീട്ടിൻ്റെ പുറകിലെല്ലാം നിറയെ കണ്ടങ്ങളാണ്. ഈ കണ്ടങ്ങളെല്ലാം ഞങ്ങളുടെയുണ്ട്, ഞങ്ങളുടെ മൂത്താപ്പാൻ്റെ എല്ലാവരും ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് മാത്രം നമ്മുടെ അല്ല, ബാക്കി ഈ കാണുന്നതെല്ലാം ഞങ്ങളുടെയുണ്ട്. പിന്നെ ഞങ്ങളുടെ സൈഡെല്ലാം വന്നിട്ട് റബ്ബർ തൊടിയാണ് കേട്ടോ. നേരത്തെ ഇതിലെല്ലാം പച്ചക്കറിയും പിന്നെ നെല്ലൊക്കെ ആയിരുന്നു കേട്ടോ. ഈ സീസണിൽ നെല്ലിടേണ്ടതാണ്, പക്ഷേ വാപ്പാക്ക് വയ്യത്തോണ്ട് ഇപ്പോൾ ഇടുന്നില്ല കേട്ടോ. പിന്നെ ഒരു നാരങ്ങയെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ സമയം കേട്ടോ. അപ്പോൾ കുറച്ച് മുരിങ്ങയെല്ലാം പൊടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഇടിഞ്ചക്കയെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. രാവിലെ വന്ന് അതേ കടയിൽ തന്നെ വീണ്ടും കയറിയിട്ടുണ്ടായിരുന്നേ. കുട്ടികൾക്ക് ചോക്ലേറ്റ് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മുട്ടായി കണ്ടപ്പോൾ മക്കൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ജീരക സോഡ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് പോകാൻ നിൽക്കുമ്പോഴാണ് ഈ ഒരു കുടമുട്ടായി വേണം പറഞ്ഞിട്ട് മക്കൾ പറഞ്ഞു. അങ്ങനെ അതും വാങ്ങിച്ചു കൊടുത്തേ. അങ്ങനെ പോകുന്ന വഴി ഞങ്ങൾ വടക്കഞ്ചേരിയിൽ ഇറങ്ങി ചായ കുടിക്കാൻ കയറിയതാണ് കേട്ടോ. മോനാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, മോളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് മോൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ പിന്നെ വാഴയ്ക്ക ബജിയും പഴംപൊരിയും ചായ എല്ലാം കുടിച്ച് ഞങ്ങൾ ശക്തി സ്റ്റാൻഡിൽ എത്തിയിട്ടാണ്. അവിടുന്ന് ഞങ്ങൾ നേരെ ഞങ്ങൾ തലൂരെത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. അങ്ങനെ വണ്ടി എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ചെറിയൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വർഷത്തെ ആദ്യത്തെ ക്രിസ്മസ് കേക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് മറക്കരുത്. ബൈ ബൈ, സീ യു.